കറപ്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളെ കൊല്ലാമെന്നാണോ റഷ്യക്ക്? അലിഗേഷൻ നിങ്ങൾ മെൻഷൻ ചെയ്തില്ല, അതാണ് എന്റെ ചോദ്യം. അത് അലിഗേഷൻ നമ്മളിവിടെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ സീരിയസ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനെ കുറിച്ചല്ലേ നമ്മളിവിടെ ചർച്ച അത് ചെയ്യുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതെ, ഇമ്പാക്ട് ചെയ്തോട്ടെ. പക്ഷെ നമ്മളിവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ പറയാത്തതുണ്ട്. അല്ല, സെലൻസ്കിയുടെ കറപ്ഷൻ എങ്ങനെ റഷ്യക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നത്? അല്ല, കിട്ടുമെന്നാ ഞാൻ ചോദിക്കണത്. ഞാൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തില് 100% റഷ്യയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്, നിങ്ങളുടെ പോലെ അല്ല. എനിക്ക് ശരി ആയിക്കോട്ടെ. അതെന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റഷ്യ ഒരു റോഗ് നാഷൻ ആണ്. നമ്മളെ പോലെ ഇന്ത്യ പോലത്തെ രാജ്യമല്ല റഷ്യ. അവര് കാലങ്ങളായിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. റഷ്യ, അമേരിക്ക, ഫ്രാൻസ് അവരെന്നൊക്കെ പറയുന്നത് അവര് മറ്റുള്ള രാജ്യങ്ങളെ കോൺക്വർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. അല്ല നമ്മളെ പോലെ ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് 10 അടി കിട്ടിയാലും തിരിച്ചടിക്കുന്ന ആളുകളല്ല. അപ്പൊ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിങ്ങളിപ്പോ ഈ 2022 തുടങ്ങിയെന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നില്ലായിരുന്നുവെങ്കിൽ യുദ്ധം ഉണ്ടാവില്ലായിരുന്നു.